Shri P.C. Vishnunath, not yes, Vishnunath, please. Sir, നമ്മുടെ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുകയാണ്. ഒന്നാമത്തെ കാര്യം കരാറുകാർ അതിന് തയ്യാറായി വരുന്നില്ല എന്നുള്ളതാണ്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ടാർ റേറ്റിലുള്ള ഡിഫറൻസ് ആണ്. അതായത് മാർക്കറ്റ് റേറ്റിലുള്ള ടാറ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നതായിട്ട് എടുക്കുമ്പോൾ ഏതാണ്ട് ഒരു ബാരലിന് 6000 രൂപയുടെ വരെ ഡിഫറൻസ് വരുന്നുണ്ടെന്നാണ് നമ്മൾ ഈ MLA ഫണ്ടിൻ്റെയൊക്കെ റിവ്യൂ മീറ്റിംഗ് നടത്തുമ്പോൾ ഈ കരാറുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ വർക്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല. സാർ, രണ്ടാമത്തെ പ്രശ്നം ഈ എടുക്കുന്ന വർക്ക് സാർ കഴിഞ്ഞ 2024 ജനുവരിയിലാണ് അവസാനം ബില്ല് മാറിയത്. അപ്പോൾ ഈ സാധാരണ കരാറുകാരാണ്, വലിയ കക്ഷികളൊന്നുമല്ല ഈ MLA ഫണ്ട് വർക്കൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ 1 വർഷം 1.5 വർഷമൊക്കെ ഈ പണി ചെയ്തതിന് ശേഷവും ബില്ല് മാറാതാകുന്നതോടുകൂടി പിന്നെ ഈ വർക്ക് എടുക്കാൻ ആരും തയ്യാറായി മുന്നോട്ട് വരുന്നില്ല. സാർ, മൂന്നാമത്തെ കാര്യം ഈ ബ്ലോക്കിലെ പഞ്ചായത്തിലൊക്കെ നിർവഹണ ഉദ്യോഗസ്ഥന്മാരുടെ കുറവ് മൂലം ഈ എസ്റ്റിമേറ്റ് എടുക്കുക, അവിടെ സമർപ്പിക്കുക, പ്രശ്നം വന്നാൽ അതിനൊരു റിവൈസ് എസ്റ്റിമേറ്റ് ആക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ കാലതാമസം ഉണ്ടാകുന്നത്. സാർ, നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വർക്കിന് ടെൻഡർ എക്സസ് ഉണ്ട്, ഈ MLA ഫണ്ടിൻ്റെ വർക്കിന് ടെൻഡർ എക്സസും ഇല്ല. അപ്പോൾ അത് ടെൻഡർ എക്സസ് ഇല്ലാത്ത കാരണം അതും ആളുകൾ തയ്യാറാകുന്നില്ല. പിന്നെ സാർ, അഞ്ചാമത്തത് ഇത് 2018 റേറ്റാണ് സാർ, ഇത് 2025 2021 റേറ്റ് NHനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ 18 റേറ്റ് വെച്ചിട്ട് 25 പ്രവൃത്തിയെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. സാർ, ഇത് ഈ 140 MLAമാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ടാർ റേറ്റിലെ ഡിഫറൻസ്, ടെൻഡർ എക്സസ്, അതുപോലെ തന്നെ റേറ്റ് റിവിഷൻ, ഈ കാര്യങ്ങൾ MLA ഫണ്ടിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് സാർ ഈ സബ്മിഷനിൽ കൂടി അഭ്യർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സാർ, MLA പ്രത്യേക വികസന നിധി ആസ്തി വികസന പദ്ധതികളിൽ ഉൾപ്പെടുത്തി MLAമാർ ശുപാർശ ചെയ്യുന്ന പ്രവൃത്തി നിർദ്ദേശങ്ങൾക്ക് മേൽ ജില്ലാ കളക്ടർമാർ ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നും വിശദമായ എസ്റ്റിമേറ്റ് ഏറ്റവും പുതിയ SR പ്രകാരം പ്രൈസ് സോഫ്റ്റ്വെയർ തയ്യാറാക്കി വാങ്ങി ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണാനുമതി പുറപ്പെടുവിക്കുന്നതാണ് നിലവിലെ രീതി. ഭരണാനുമതി ലഭ്യമായ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് കാലതാമസം നേരിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാൽ വലിയ തുകയ്ക്കുള്ള പ്രവൃത്തികൾ ടെൻഡർ ചെയ്യുമ്പോൾ DSR 2018 പ്രകാരം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ആയതിനാൽ കോട്ട് ചെയ്യുന്ന റേറ്റ് ചില സന്ദർഭങ്ങളിൽ കൂടുതലാകുന്നതും മത്സരാധിഷ്ഠിതമല്ലാത്ത ഒറ്റ ടെൻഡർ മാത്രമാകുമ്പോൾ റീടെൻഡർ ചെയ്യേണ്ട സാഹചര്യം വരുന്നത് മൂലവും നടപടിക്രമങ്ങളിൽ ചില താമസം വരുന്നുണ്ട്. മറ്റു വകുപ്പുകൾ PWD വഴി ചെയ്യുന്ന ഡെപ്പോസിറ്റ് വർക്കുകൾക്ക് ഡെപ്പോസിറ്റ് തുക കൈമാറുന്നതിന് കാലതാമസം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതാണ്. LSTD PWD വകുപ്പുകൾ ബില്ലുകൾ തയ്യാറാക്കി AE, CE എന്നീ തലങ്ങളിൽ പരിശോധിക്കുകയും സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ തുക അനുവദിക്കുകയാണ് ചെയ്തു വരുന്നത്. നിലവിലെ ഈ രീതിയിൽ നിന്ന് വ്യതിചലിക്കുന്നത് സാധാരണ പ്രായോഗികമല്ല. LAC ADSന് ആകെ 5 കോടിയും MLA SDFന് ആകെ 1 കോടി രൂപയുമാണ് അനുവദനീയമായിട്ടുള്ളത് എന്നുള്ളതിനാലും ഫണ്ടുകൾ അതാത് സാമ്പത്തിക വർഷങ്ങളിൽ തന്നെ വിനിയോഗിക്കണം എന്ന് ഉറപ്പാക്കേണ്ടതിനാലും ഭരണാനുമതിക്ക് പുറത്ത് ടെൻഡർ എക്സസ് അനുവദിക്കുന്നത് പണ്ട് മുതലേ തുടരുന്ന സ്ഥിതിയിൽ അപ്രായോഗികമാണ്. നിലവിലെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ MLA പ്രത്യേക വികസന നിധി, ആസ്തി വികസന പദ്ധതി എന്നിവയ്ക്ക് ബാധകമാണ്. സാർ, ഇതിൻ്റെ കൂടെ 2 കാര്യങ്ങൾ കൂടിയാണ്. ഒന്ന്, നമ്മൾ നിലവിൽ ഈ 2018 എന്നുള്ളത് കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ പുതുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുമ്പ് മുതലേ എക്സസ് ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫണ്ടിൻ്റെ കാര്യത്തിൽ ഈ താമസം അങ്ങനെ വരുന്നു എന്നുള്ളത് വരാറില്ല. കാരണം ഏത് കാര്യമായാലും ബിൽ ഡിസ്കൗണ്ടിങ് ഉൾപ്പെടെ വന്നാലും 6 മാസത്തിനപ്പുറം ഒരു താമസം വരുന്നില്ല. പലപ്പോഴും ഈ ബില്ല് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യുന്നതിന് പലയിടത്തും താമസം വരുന്നുണ്ട്. പല വർക്കുകളിലും LSTD ആയാലും മറ്റു വകുപ്പുകാരൊക്കെ പലരും കോൺട്രാക്ടർമാർ പറയാറുണ്ട് ഞങ്ങളുടെ ബില്ല് പോയിട്ട് കിട്ടുന്നില്ല. പക്ഷേ അന്വേഷിച്ച് വരുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 5-6 മാസം എത്ര താമസിച്ചാലും അതിനപ്പുറം താമസം വരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ 25 ലക്ഷം രൂപ വരെ ഇപ്പോൾ പ്രസൻറ്റ് നമ്മുടെ ട്രഷറിയിൽ ഒരു തടസ്സവും താമസവും ഇല്ല. ഇതാണ് നിലവിലെ സ്ഥിതി. അപ്പോൾ ഇതിനകത്ത് ബിൽ ഡിസ്കൗണ്ടിങ് സ്കീമുണ്ട്, ബിൽ ഡിസ്കൗണ്ടിങ് ഉണ്ടെങ്കിലും 6 മാസം ആണല്ലോ മാക്സിമം. 6 മാസത്തിനകത്ത് നോർമലായിട്ട് തന്നെ കിട്ടും. ഒരു ബില്ല് കൊടുത്താൽ 6 മാസത്തിനപ്പുറം ബിൽ ഡിസ്കൗണ്ടിങ് ഉള്ള വലിയ എമൗണ്ടിന് പോലും 6 മാസത്തിനപ്പുറം എടുക്കില്ല. അതുകൊണ്ടാണ് ഈ 1 വർഷം 1.5 വർഷം എന്ന് പറയുന്നതൊന്നും വസ്തുതയില്ല. ഇപ്പോഴാണെങ്കിൽ ഡയറക്റ്റ് ബില്ല് എത്തിക്കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ വരെ ഒരു തടസ്സവും ഇല്ലാതെ ട്രഷറിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് നോക്കാം. റേറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പുനഃക്രമീകരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്.